ഹലോ, എല്ലാവർക്കും നമസ്കാരം. പരിപാടിയുടെ ലെങ്ത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് അല്ലെ? എന്നാലും എനിക്ക് ഒരു രണ്ടു വാക്ക് പറയണം എന്നുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. അഖിൽ ഒരു 2020 മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് 2022 എന്റെ അഖിൽ. അപ്പോൾ അഖിൽ ആ സമയം മുതൽ 2020 മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡി ആവുന്നു, അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല. അത് ഡയറക്ടർക്കാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിലും കുറച്ച് നമുക്ക് നല്ല ഇറ്റിക്കായിരുന്നു. കുറച്ച് അധികം സെറ്റപ്സിൽ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഈ എടുത്ത 131 ദിവസത്തിൽ ഒരു ദിവസം പോലും റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാ ദിവസവും അത്യാവശ്യം ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഡയറക്ടറുടെ ഡയറക്ഷൻ ടീമാണെങ്കിലും ഇതിന്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണിയുണ്ടായിരുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പല സമയത്ത് മാറ്റി വേറെ ആക്കണം, അത് കഴിഞ്ഞ് തിരിച്ചിതുപോലെ തന്നെ ആക്കണം. ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും, പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്ടിക് ആയിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനാണെങ്കിലും ഇപ്പൊ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിംഗ്. അത് നിങ്ങൾക്ക് അതിന്റെ പോസ്റ്റേഴ്സിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാല് അഖിൽ, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും, പകുതി തമാശയായിട്ട് ഞാൻ പറയും, അഖിൽ നീ ഭയങ്കര സെൽഫിഷ് ആണ്. പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ്. അപ്പോ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈപ്പാണ്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാനെങ്കിലും പറ്റുന്ന ഒരാളാണ്. അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേനയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും അനസിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. കാര്യം അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് മേടിക്കാനോ ഒന്നല്ലല്ലോ, ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല അവർ സെൽഫിഷ് ആവുന്നത്. ആ സെൽഫിഷ്നെസ് അത്യന്തികമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ്. പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അന്നും ഇന്നും ഒക്കെ ഉള്ള എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അഖിലും മനസ്സും ഉഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല. അപ്പോ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്, നമ്മളെ മോശമാവാൻ ഇവര് സമ്മതിക്കില്ല, ഈ സിനിമ മോശമാവാൻ ഇവര് സമ്മതിക്കില്ല. നല്ല പണിയെടുത്തോളും. നമ്മളെല്ലാവരും നല്ല പണിയെടുത്തൊരു സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിലെ പ്രൊഡ്യൂസേഴ്സ് ആദ്യം രാജശേഖരനായിരുന്നു, ഈ സിനിമയുടെ രാഗമൂവിസിന്റെ ബാനറിലായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ CJ റോയ് സാറ് നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും കൂടെ ഇതിന്റെ ഭാഗമായി. ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത്. ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ്. അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ രാജശേഖരൻ, അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിൽ ഉള്ള ട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊപ്പമുള്ള സ്നേഹം കൊണ്ടും, അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല, സ്നേഹം കൊണ്ടും കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റോയ് സാറിനും താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ശ്രീഗോകുലം മൂവീസും അതുപോലെ ഡ്രീം ബിഗ് ഫിലിംസും ഇവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സിനിമയെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടത്.
സോ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇതിനൊരു അസോസിയേഷനിൽ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്തുള്ള എൻ്റെ ആക്ടേഴ്സ്, ഇപ്പൊ വിനയ് സാറിന്റെ കൂടെയും തൃഷാറിന്റെ കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കുറെ കണ്ടിട്ടുള്ളതാണ്. എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ പ്രായമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ യങ്ങാണ്. അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ, സോറി സ്കൂളല്ല അത് ഭയങ്കര ഓർമ്മ, കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് 12 വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ ചെറിയ ഇൻഡസ്ട്രി എന്നേ പറയുന്നുള്ളൂ, മോശം എന്ന് പറയില്ല, നമ്മുടെ കലക്കൻ ഇൻഡസ്ട്രിയാണ്. പക്ഷെ ബഡ്ജറ്റ് വൈസും അതിന്റെ മറ്റ് സെറ്റപ്പുകളുടെയൊക്കെ ഒരു ഇച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ വേക്കൻ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയെ കണ്ടിട്ട് നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിന്നതിന് വിനയ് സാറിനോടും തൃഷ മാമിനോടും വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് വിനയ് സാറും ഞാനും ഈ സിനിമ ഞങ്ങള് ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ കുറെ പേര് ഇതിനകത്തുണ്ട്. അപ്പൊ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോ ആർട്ടിസ്റ്റുകളിൽ വളരെ അടുപ്പമുള്ള, എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന, അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോക കാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ച് ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഒരു 5 മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ 4.25 മണിക്കൂർ നമ്മൾ കണ്ട സിനിമകൾ അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് ചെയ്ത എലമെന്റ്സും പെർഫോമൻസസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സീക്വൻസുകൾ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ മോഡുലേറ്റ് ചെയ്യണം എന്ന് ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചബിൾ ആയിരുന്നു വിനയ് സാർ. ഞാനും വിനയ് സാറും അഖിലൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷൻ, അതായത് അതില് ആ സീനിൽ വിനയ് സാർ ഇല്ല, എന്നിട്ടും കൂടെ അതിന്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗ്രേറ്റ് ഫ്രണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് എ ഗ്രേറ്റ് കോ ആർട്ടിസ്റ്റ്. പിന്നെ ഞാൻ ഓരോരുത്തരെടുത്തിട്ട് പറയാം കാര്യം, എന്തായാലും ലാസ്റ്റ് ഞാനാണല്ലോ സംസാരിക്കുന്നത്. അപ്പോ ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് വിനയ് സാറും ക്ഷമമായിട്ടായിരുന്നു. പിന്നെ ഗോപികയും അർച്ചനയൊക്കെ ഇവർ രണ്ടുപേരായിരുന്നു. എന്റെ സിസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ. നല്ല രസമായിരുന്നു ഷൂട്ടെല്ലാം. അത് ഈ പറയുന്ന പോലെ കുറെ നല്ല, ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ അഖിൽപ്പുള്ള മനസ്കാരം സിനിമകൾ എടുക്കുന്ന അതിനകത്ത് ട്വിസ്റ്റും സസ്പെൻസും നിറച്ചുള്ള കാരണം കൊണ്ട് നമ്മൾ ഇതിന്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൂടെ എങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യതകളുണ്ട്. കഥയിലേക്ക് അധികം കിടക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ധ്രുവനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ ധ്രുവനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അത് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല കാരണം, പക്ഷെ ഞങ്ങൾ ഇതേപോലെ അവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ചു. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ. പിന്നെ ഇതിനകത്ത് ഇന്നിവിടെ അജുവേട്ടൻ ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ എല്ലാ പടവും അടിപൊളിയാണ്. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളുടെ സക്സസിന്റെ കഥകളാണ് എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇനിയും കുറേ ചെയ്യണം. ഈ സിനിമയിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആ സക്സസ് ട്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഷമ്മി ചേട്ടനുണ്ട്, പിന്നെ സുജിത് ശങ്കർ അദ്ദേഹമുണ്ട്, പിന്നെ വിശാഖ് നായരുണ്ട്, മന്ദിരാവേദിയുണ്ട്. എനിക്ക് അവരുടെ ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മേ ബി ഇതിന് 2ാം ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടേണ്ടി വരുമായിരിക്കും. പിന്നെ അതുപോലെ വിശാഖ് നായരുണ്ട്. പിന്നെ ആരൊക്കെയാണ് ചെയ്യുന്നത്? അർജുൻ നതാഷനുണ്ട്. ഇപ്പൊ വിശാഖും അർജുനും ഒക്കെ ആണെങ്കിലും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരും ഈ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്ന മിക്കവാറും ആൾക്കാർ നമ്മളുടെ സുഹൃത്തുക്കളാണ്. സ്വാതി ഉണ്ട് ഈ സിനിമയില്,
സ്വാതിദാസ് പ്രഭു. അങ്ങനെ ഈ സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അതിന്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഒരു ദിവസം ഭയങ്കര ഹെക്ടിക് ഷൂട്ടാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് എല്ലാവരും കൂടെ വട്ടോട്ടിരുന്ന് വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞ് ഗുഡ്നൈറ്റ് പറഞ്ഞിട്ട് നമ്മൾ പോകുള്ളായിരുന്നു. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും അങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സിനിമ ചെയ്യാനെന്നുള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കാനാഗ്രഹിക്കുന്ന ഒറ്റ ദിവസം പോലുമില്ല. എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ടുള്ള ഓർമ്മയുണ്ട്, അതെന്നും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ഭയങ്കര രസമായിരുന്നു. ഇതിനകത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോറൻസിക് പോലെ ഉള്ളതാണ് ബോബിയാണ് ബാക്കി അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുന്നതിൽ പ്രധാനി, കൂടെ അനസും. അപ്പോൾ എല്ലാവർക്കും നല്ല കട്ടപ്പണിയായിരുന്നു. അതുപോലെ നമ്മളുടെ നിങ്ങളെന്താണ് എന്നെ കയറി ചേട്ടന്തൊക്കെ വിളിക്കണം മിസ്റ്റർ അനീസ്കരെ, ഞാൻ അനീസ്കാന്ന് വിളിക്കുന്നു, പുള്ളി തിരിച്ചിങ്ങോട്ട് ചേട്ടാന്ന് വിളിക്കുന്നു. മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ആരാണ് ചെറുപ്പം. ഞങ്ങള് ലൂക്കയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോ ലൂക്ക ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമ ആയതുകൊണ്ടും ഒരു ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആർട്ട് ഡയറക്ഷനേക്കാൾ ഒരുപാടധികം വർക്കുള്ള ഒരു സിനിമയായിരുന്നു. അത് വളരെ വൃത്തിയായിട്ട് ഫുൾ ഓഫ് ചെയ്ത് അന്ന് അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാവട്ടെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഗായത്രി നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂമിന്റെ അത്രയും ഈ പറഞ്ഞ ഈ സീനുകൾക്കെല്ലാം ഇപ്പൊ ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കളർ പാലറ്റും എല്ലാം കൃത്യമായിട്ട് അത് കോസ്റ്റ്യൂംസിലാണെങ്കിലും ആർട്ട് പ്രോപ്പർട്ടീസിലാണെങ്കിലും എല്ലാത്തിലും വന്നാലാണ് നമ്മൾ ആ കാണുന്നത്. നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് ഉണ്ടാവുന്നത്. അതിന് ഗായത്രി ഭയങ്കര എഫേർട്ട് എടുത്തിട്ടെന്ന് പറയാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഇന്ന് വരാത്ത രണ്ടാൾക്കാരുണ്ട്, എൻ്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ്. അഖിൽ ജോർജും അതേപോലെ തന്നെ ചമൻ ചാക്കോ. അഖിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര മടിയനാണെന്ന് തോന്നുന്ന ഒരു ബോഡി ലാംഗ്വേജും എന്നാൽ ഭയങ്കര കഠിനാധ്വാനിയാണ്. പക്ഷെ അത് അവനിപ്പോഴും അറിയില്ല. അവനിപ്പോഴും വിശ്വസിക്കുന്നത് അവനൊരു മടിയനാണെന്നും എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ തോളത്തേക്ക് ക്യാമറ എടുത്തു വെച്ച് എല്ലാ കാട്ടിലും അവനാണ് കള ചെയ്തത്. അപ്പൊ പിന്നെ അവൻ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ അവരിപ്പോഴും അറിയില്ല അവൻ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന്. പക്ഷെ വളരെ അടുത്തൊരു സുഹൃത്തുമാണ് എൻ്റെ. ഞങ്ങളൊരു 2011 ഒരുമിച്ച് അവൻ ഡയറക്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു സൗഹൃദമാണ്. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഫോറൻസിക് ചെയ്തു, കള ചെയ്തു, 2012 ചെയ്തു, ഇപ്പൊ ഐഡന്റിറ്റി ചെയ്തു. അതുപോലെ ചമൻ ഫോറൻസിക് സിനിമ ചെയ്യുന്ന സമയത്ത് ചമൻ ഒരു സ്പോട്ട് എഡിറ്ററായിരുന്നു. അപ്പൊ അന്നേ ചമനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നല്ല സെൻസുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവനെ കുറെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നു, പയ്യനായിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് കള എന്നുള്ള സിനിമ വന്നപ്പോഴത്തേക്കും കളയിലൂടെ ചമൻ എഡിറ്ററായി. ആ എഡിറ്ററായ ചമൻ പിന്നീട് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 2018 ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഞാൻ അവര് മെസ്സേജ് പറയായിരുന്നു, എങ്ങനെയുള്ള ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയില്ലേ, ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന മുറ, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി എല്ലാത്തിന്റെ എഡിറ്റർ നീയാണല്ലോ, ബാക്കിയുള്ള എഡിറ്റർമാരുടെ ജീവിക്കട്ടെ എന്ന് ചോദിക്കുന്നത്. അവനാണെങ്കിലും ഈ പറഞ്ഞ പോലെ വരും കാലങ്ങളിൽ ഇതിനേക്കാളും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അവൻ തിരക്കുള്ള ഒരു എഡിറ്ററായി മാറി എന്ന് പറയുന്നത്. ആ വളർച്ച കാണാൻ സാധിച്ചത് സന്തോഷമുണ്ട്. പിന്നെ ആ സെറ്റില് പറയുമ്പോൾ സുശാന്ത്, അങ്ങനെ നമ്മളുടെ കുറെ ജാൻ, നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, നമ്മൾ ആദ്യം വൈറസിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അതുപോലെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ഇതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുള്ള ആൾക്കാരെയും പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത്. പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോ ഈ 50 സിനിമ, എന്റെ 51ാമത്തെ സിനിമയാണ്. ഇത്തരം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ചേട്ടന്മാരും ലൈറ്റ് ചേട്ടന്മാരും ക്രെയിൻ ചേട്ടന്മാരും തുടങ്ങി മേക്കപ്പില് റോമക്സ് ചേട്ടൻ, ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് മാൻ അത് റോമക്സ് സേവിയറാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും തുടങ്ങി എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളായിരുന്നു അവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും ഒരു ദിവസത്തോളം ഇവരെല്ലാവരെയും കാണുകയും ഇവരൊക്കെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരെക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനിൽ നിങ്ങളുടെയൊക്കെ ഒപ്പമാണ്. അത് ഓരോ ദിവസവും
വളരെ നല്ല എക്സ്പീരിയൻസസ് തരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ ഡയറക്ടേഴ്സ്, ഇതിനകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്തിരിക്കുന്നത് യാനിക് ബെൻ എന്ന് പറയുന്ന ഫൈറ്റ് മാസ്റ്ററാണ്. പുള്ളി ഫ്രഞ്ചാണ് ശരിക്കും, പക്ഷെ ഹോങ്കോങ്ങിൽ സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. പുള്ളി ഇവിടെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രൂ ഉണ്ടായിരുന്നു. അതും ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ലിമിറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ, അതിന്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമ്മളെടുത്ത ഹാർഡ് വർക്ക് മുഴുവൻ അത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നു. അതിന് ഒരുപാട് സന്തോഷം. പിന്നെ ഫീലിങ്സ് കിട്ടുന്നു. അദ്ദേഹം ഇപ്പോൾ AR വരെയുള്ള ഇപ്പൊ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നെരിവേട്ട എന്നുള്ള സിനിമ, അല്ലെങ്കിൽ കള, പിന്നെ നമ്മുടെ ഐഡന്റിറ്റി, അങ്ങനെ നിരവധി സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫറാണ് അദ്ദേഹം ഗംഭീര വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ടീമും അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരോടുള്ളൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഒപ്പം ഇന്നിവിടെ വരികയും ഇത്രയും സമയം നമ്മളുടെ കൂടെ ഈ ഒരു ടീസർ ലോഞ്ച് ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തി എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ഇന്ന ദിവസം എന്റെ ടീച്ചർ വരുന്നു, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ആളുകളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും മീഡിയ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഇനി നിങ്ങളിത് പരമാവധി പരത്തേക്ക് വന്നൊരു സിനിമ വരുന്നുണ്ട്, എന്തൊരു പരിപാടിയാണ് എന്ന് നിങ്ങളെ ഒന്ന് പരത്തേക്കും. ആ വാർത്ത അത് ഒരു തെറ്റായ വാർത്തയായിരിക്കില്ല. കാര്യം പടം നല്ല പടമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പുണ്ട്. പക്ഷെ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. Thank you so much, Jovino Thomas. Like, sir, 2 minutes. നമ്മൾ ഓൾമോസ്റ്റ് കൺക്ലൂഡിങ്ങിലാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു കണ്ടിന്യൂ ടു വാട്ട് യു സെഡ്. പറഞ്ഞതുപോലെ തന്നെ എടുത്ത എഫേർട്ടിലുള്ള ഫീഡ്ബാക്ക് കിട്ടട്ടെ, സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ. We are very excited that you are here in Kerala with us now in this evening. We are so excited you're once again being a part of Malayalam film, and I can see your enthusiasm as well. And yes, what do you have to say to us now? Thank you, you've been really kind. First, let me start by thanking Raju Malyan sir from Ragam Movies. Like Major Ravi sir had told, 18 years of my career, I have never come across a producer so passionate about cinema. The reason I have this conversation with you was on set while we were filming, and I got to meet Raju sir, and he gave me his whole history of movie making since 79. He's quite a stalwart in this industry, and it's his passion that drives us. Dr. Roy C.J. sir, fellow Bangalorean, I would go past your office almost every day, very close to Baldwin's, if I'm not wrong. And it's great to have you on board, and I can confidently say that our product is in good hands with you. But thank you so much for having you on board, sir. And Raju Malyan sir. Coming to the main 3 people that I thank more than anything about this project, the director Akhil Paul, Anas Khan, and Tovino. From me as an actor in 18 years of my career, I just want to say thank you for having me on board. Thank you for giving me the opportunity. I mean it from the bottom of my heart. It's been memories I'll never forget for the rest of my life. It's an opportunity I think every actor yearns for. I mean it from the bottom of my heart. I do not know the fate of this movie. I always hope and pray for the best. But for the memories, the work, the fun, and all the sentiments we've shared for almost a year, I miss you guys terribly. I really miss you guys terribly. The story started with
Akhil coming to Chennai and telling me the script. And I immediately called, I hadn't met Tovino by then. I called up Tovi and I said, Tovi, I'm doing this movie no matter what. That's the strength of the script and how good this project is going to be. The other person I'd like to thank is Trisha for joining this project. I've had the pleasure of working with her 12 years before, and I worked with her again. To the lead actor, Tovi. I hadn't met Tovi before, and the first time we met on set, we got along brilliantly. He walks in with this incredible smile, bringing in great energy to the set, and I think whatever work you get to see from me is all the best that he can give brought out of me. So thanks, Tovi. Thank you for everything. It's been nothing short of a privilege, man, sharing time with you, speaking to you about our passion for movies, our journey to cinema over here. Personally, in my 18-year career, I don't know if it's satisfaction, happiness, this truly has been the best project I've been a part of. And I always believe a good project is because of the people you work with, and this has been 100% right. So thank you, everyone. I see a lot of faces over here, people who have been a part of the Identity family. Anis, you and your great art direction. Every day I used to work in your sets. I learned so many new things about you. Gayatri with your costumes, Andrew with the CG. Anas, thank you for being a great teacher. Aju, who we had a great time shooting. Just a clue, I report a lot to him. So to him, Shami Dilikat sir, and Bijoy Jakes. And Jakes Bobby, I haven't met you, but I heard the music, it was incredible. To this wonderful set of ADs who kept troubling me in this 1 year, Abile, Amitabhe, and Bobby Chetta and Stija, and a host of you all who have been a family to me for 1 year. Believe me, it's been nothing short of memorable. I wish you the best, all of you. I hope this movie does really well. I've got my prayers and I stand behind this project 100%. Thank you so much. God bless you all. Thank you. Thank you very much. So I have a very humble request. I just spoke about the Unnale Unnale song. So if you get just have 2 lines of the song for all of us. I am an actor, I'm not a singer, so you have to If you can excuse give it a me. try, that will make us so happy. So just give it a try, just Unnale Unnale. We would love to listen to that coming with you. Just we do that together. Unnale. Identity. Maybe that you can try that. I am thankful that you like that movie. I am actually looking forward to Identity right now. Alright, so we should speak and sing about identity, Thank right? you so much. Thank you so much. So please, sir, once again a request from all Malayalis, do Malayalam films Of often and more course. I frequently. love it here. Yeah. Thank you. Thank you so much. It was a privilege having you with us today. Thank you very much once again. താങ്ക് യു. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. എല്ലാ യങ്സ്റ്റേഴ്സിനെയും വിളിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചു. എല്ലാവരും നെർവസായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നെർവസാണ്. ബട്ട് ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ പടത്തിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ അഭിനയിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ ടൈനൊരു നോട്ടിനൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഈ ക്രൂ മൊത്തം വെയിറ്റ് ചെയ്ത് നിൽക്കുക, അത് ശരിയാക്കിയിട്ടേ ഷൂട്ട് ചെയ്യണുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ആ ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആ ക്വാളിറ്റി എനിക്ക് ആ നിമിഷം മനസ്സിലായി. അതെനിക്ക് അതിനുശേഷം ഞാൻ ഫുൾ പക്കയായിട്ട് എപ്പോൾ വിളിച്ചാലും റെഡി 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 ആ സാധനത്തിലാണ് നിൽക്കേണ്ടത്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഒരു മൈന്യൂട്ട് സാധനം പോലെ ഒരു പൊട്ട് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും അത് കളഞ്ഞിട്ട് അവർ ചെയ്യുള്ളൂ. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ല, ഒരാളുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഫാൻ ബോയ് മൊമെന്റ് ആണോ? ഞാൻ പറഞ്ഞതല്ല, ധ്രുവൻ പറഞ്ഞതാ. ഞാൻ കേട്ടത് തിരിഞ്ഞു പോയതാണോ? അത് ഞങ്ങൾ മാത്രമേ അഭിനയിച്ചുള്ളൂ, ബാക്കി എല്ലാവരും കൂടെ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. സാധിച്ചില്ല. മൈ മിസ്റ്റേക്ക്, സോറി. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് മൊമെന്റ് ആണ്, അത് കറക്റ്റ് ആണല്ലോ. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് അല്ലാത്ത ചോദ്യം പറയുന്നു.
ഓക്കെ, ഹീസ് ടെല്ലിംഗ്. എന്റെ മിസ്റ്റേക്ക് അല്ലാട്ടോ, എവറിബഡി ഈസ് എ ഫാൻ ബോയ് ഓഫ് യു. അതിപ്പോ എത്ര സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു ഫാൻ നമുക്ക് മനസ്സിൽ തോന്നും, ഫാൻ എന്ന് ആ ഒരു ആരാധന നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഇറ്റ്സ് സ്റ്റിൽ ദേർ. അത് എത്ര പോയി കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ദേർ. ശരിയല്ലേ? യെസ്. ഇൻ മൈ ഡിഫെൻസ് ഹീസ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ലെറ്റ്സ് സീ. നമസ്കാരം. ഐഡന്റിറ്റി വളരെ സ്പെഷ്യലാണ് എനിക്ക്. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ സംവിധായകരായ അഖിലിനും അനസിനുമാണ്. എന്നെ ഈ പടത്തിൽ ചൂസ് ചെയ്തത് അവരുടെ ആ ധൈര്യം കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത രാജു സാറിനും ഞാൻ നന്ദി പറയുന്നു. കാര്യം പ്രൊഡ്യൂസറും സമ്മതിക്കണം. ഇപ്പോൾ ഇതിലോട്ട് വന്ന എന്താ പറയുക, നമ്മുടെ എല്ലാം മലയാളികളുടെ എല്ലാ അഭിമാനമായ നമുക്കറിയാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ കാണാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു സിനിമയിൽ അദ്ദേഹം കോൺഫിഡൻസ് അർപ്പിച്ച് ഈ ഒരു വേദിയിൽ മീഡിയയോട് താങ്കൾ ഇങ്ങനെ ശക്തമായി പറയുമ്പം അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തിയേറ്ററിൽ റിഫ്ലക്ട് ചെയ്യുന്നു. ഞാൻ തീർച്ചയായിട്ടും ഐ ബിലീവ് ഇൻ ഇറ്റ്. പിന്നെ തീർച്ചയായും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വളരെ പരിചിതമായ ആക്ടറാണ് വിനയ് റോയ് സാർ. അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തൃഷ മാം. ഫൈനലി കമ്മിങ് ടു മൈ ബ്രദർ ഫ്രണ്ട് ടൊവിനോ തോമസ്. പറയാൻ വേറൊന്നുമല്ല, ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് ARM ആയിരുന്നു. അത് അദ്ദേഹം ആ കടമ്പ ചാടി. അതിലും ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2018 ആയിരുന്നു. അതും അദ്ദേഹം കടമ്പ ചാടി. അതിനും ഞാൻ ഭാഗമായ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മിന്നൽ മുരളിയാണ്. അതും അദ്ദേഹം കടമ്പ ചാടി. സോ ബാക്കി ഞാൻ പറയുന്നില്ല, ദൈവം കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ടു സീ യു ഹെൽത്തി ആൻഡ് ഫിറ്റ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. സുജിത് സാർ നമസ്കാരം. ബാക്കി കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് അനസ് ആൻഡ് അഖിൽ, നിങ്ങളോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും ഇതാണ്. ഈ ക്യാരക്ടർ എനിക്ക് സിനിമ കണ്ട് പ്രേക്ഷകർ എന്ത് പറയുക എന്നതിനേക്കാൾ ഉപരി ഒരു നടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള സിനിമകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഞാൻ നല്ല ആക്ടറായിട്ടോ അതൊന്നും അവർ ആ കുട്ടി പറഞ്ഞ പോലെ അല്ലാതെ എനിക്ക് വേറെ ഫംഗ്ഷൻ പോകാനുണ്ട്. അപ്പം ഓൾറെഡി ഇവർ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം എന്നിട്ട് പറഞ്ഞേക്കണം. അതുകൊണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്രിസിയേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പടം തുടങ്ങുന്ന സമയം തൊട്ടിട്ട് അഖിലും അതുപോലെ തന്നെ അനസും ഇവരെൻ്റെ വീട്ടിൽ വന്നിട്ട് കഥ പറയുന്നത്. എന്തിനാണ് എന്നോട് ഈ കഥ പറഞ്ഞതെന്നുള്ള എനിക്ക് ആ സമയത്തൊരു പിടിയുണ്ടായിരുന്നു. രാജു പറഞ്ഞയച്ചിട്ടായിരുന്നു. രാജുവിൻ്റെ ഒരു സഹോദരനാണ്. കണ്ടു കഴിഞ്ഞാൽ എന്നേക്കാൾ പ്രായം തോന്നും, പക്ഷെ എന്നേക്കാൾ 10 വയസ്സ് കുറവാണ്. അപ്പം അതുകൊണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് 27 അപ്പം രാജുവിന് 67 എനിവേ, ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഐ ഹേർഡ് ദ സ്റ്റോറി. പിന്നീട് ഞാൻ സത്യം പറയും, പകലിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാം, ഞാൻ രാജുവിൻ്റെ അടുത്ത് ചോദിച്ചു. ടോവിനോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. രാജു ഇടാ, ഈ മലയാളത്തിൽ ഈ ബജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. But the confidence what he gave me, അതിനുശേഷം ഓരോ മൊമെന്റും ടോവിയുടെ സപ്പോർട്ട് കിട്ടുന്ന സമയത്തും എല്ലാം എന്നോട് പറയും. ഞങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ടച്ചിലുണ്ടായി. ആ സമയത്ത് പറയും, ചേട്ടാ എനിക്കറിയില്ല എവിടെയാണ് പോകുന്നത്, പക്ഷെ നന്നായി എടുത്തിട്ടുണ്ട്. എവറി ടൈം ഹി ഈസ് ടു ടെൽ മീ ദാറ്റ് ചേട്ടാ എടുത്ത പോർഷൻസ് ആർ അമേസിങ്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് കേൾക്കാൻ വിട്ടോളൂ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ടോവി സ്റ്റാൻഡിങ്. അത് കഴിഞ്ഞ് now when I am seeing Roy again, my brother, you are supporting this thing because, as he said, he is a businessman. So he saw the film, he got the confidence as his company's name, he got the confidence. So he took the film, and definitely we can hope for a best film, very good action film. Whatever I saw this teaser, that gives you that feeling that yes man, this is something apart. So, congratulations. Anyway, you have already crossed a milestone. Again, my friends have done that film, and afterwards, now this is going to be another milestone. I'm really sorry again, Akhil. You know, when I did my Kirti Chakra, you didn't tell me that you lost your mother. And I'm really sorry, my condolences. When I was doing my Kirti Chakra, my mother passed away. When I gave advance to Mohanlal, after 7 days my mother passed away. Then Suchi saw the film. When Suchi saw the film,
she called me up and said, Major, your mother is still here. Her blessings are there. So that will be there for you for this film. Mothers, when they leave this, they give all the blessings to you for your success in the career. That is what is going to happen again. This is what is my words, and mark my words, it is going to happen. You are going to be one big guy going to be. Another thing about, one word about Toby. After his first film, I called him up when I saw his ABCD. And I met him where you might not be remembering, but I remember where the Hyatt, now present Hyatt Trishul. There I was coming back from Patani. He came and met me next to the car. We both had a cigarette. Then I said, man, you're going for a long way. Hope you remember. Finally, we decided to do a film that is Picket 43. Unfortunately, so many producers are sitting out here. Let me tell you one thing. Out of you, so many people are so commercial, not passionate. So I had to. Then also I told him, Toby, I'm going to sell my property in Patami. We are doing the film. But then it didn't happen. Something happened. And Raju did the film and some other producer. All commercial line. But then we will do a film. I mean, if I don't die soon, then I'll do a film. So anyway, thank you so much for calling me out here. No, I don't know whether I'll be able to reach there or not, but still, Raju, thanks a lot for that support what you gave to the producer and the directors and the actor. അവിടെ ഇരിപ്പുണ്ട് കൊച്ചു കള്ള അജു നിന്നെ we all love you and everybody. Vinay, we haven't worked together, but then we heard a lot about you. We have seen your work, and this is going to be one yardstick for you all. Okay, thank you so much. God bless you all. Especially what he said is right, the media. You people are the people who are going to make or break. So, Satyasandamaya, give the review and let this film, every positive film, let it get a, no matter what it is, but give the positivity and spread it. Thank you so much. God bless you all. I wish all the best for the film, the entire group. Thank you. God bless. Jai.